ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജെനി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, കാരണം ഇതുപോലുള്ള ഡൗട്ട്സ് ഇനിയും ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുകയുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്കത് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വാട്സപ്പ് നമ്പർ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യമാണ്, IVF പെയിൻഫുൾ ആണോ? ഒരിക്കലുമല്ല, IVF പെയിൻഫുൾ അല്ല. ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുക്കുന്നതിൻ്റെ ചെറിയ വേദന മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ IVF പെയിൻഫുൾ ആണ് എന്ന് ഓർത്തിട്ട് IVF ചെയ്യാൻ മടിക്കണ്ട. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ചോദ്യമാണ്, മാം എനിക്ക് പീരീഡ്സ് മിസ്സായിട്ട് 17 ഡേയ്സ് ആയി. HCG ചെക്ക് ചെയ്ത് നോക്കി, നെഗറ്റീവ് ആണ്. ഇനി പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ടോ? അപ്പോൾ 17 ഡേയ്സ് ആയതുകൊണ്ട് തന്നെ പ്രഗ്നൻസിക്ക് ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ HCG പ്രഗ്നൻ്റ് ആയിരുന്നെങ്കിൽ ബ്ലഡ് ടെസ്റ്റിൽ HCG നേരത്തെ കണ്ടേനേയും. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് പീരീഡ്സ് മിസ്സായി, അതിൻ്റെ റീസൺ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിക്കുക. മൂന്നാമത്തെ ചോദ്യമാണ്, PCOD ഉള്ളവർ IVF ചെയ്താൽ പോസിറ്റീവ് ആകുമോ ചേച്ചി? തീർച്ചയായിട്ടും PCOD ഉള്ളവർ IVF ചെയ്താൽ പോസിറ്റീവ് ആകും. PCOD ഉള്ളപ്പോൾ പ്രോബ്ലം എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ എഗ്ഗ് വളരെ കൂടുതലായിരിക്കും അവർക്ക് കിട്ടുന്നത്, പക്ഷേ ക്വാളിറ്റിയുള്ള എഗ്ഗ് വളരെ കുറവായിരിക്കും അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എംബ്രിയോസ് ലഭിക്കുന്നതും കുറവായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും IVFൻ്റെ സക്സസ് റേറ്റും കുറയും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ എഗ് ക്വാളിറ്റി കൂട്ടാനായിട്ടുള്ള ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും എഗ് ക്വാളിറ്റി കൂട്ടാനായിട്ടുള്ള ടിപ്സ് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ എഗ് ക്വാളിറ്റി സ്വാഭാവികമായിട്ടും കൂടും. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള എംബ്രിയോസ് ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും IVF പോസിറ്റീവ് ആകും. അപ്പോൾ PCOD ഉള്ളവർ IVF ചെയ്താലും പോസിറ്റീവ് ആകും. അപ്പോൾ ഒരുപാട് പേർക്ക് നമ്മുടെ ചാനലിൽ തന്നെ PCOD ഉണ്ടായിട്ട് കൂടി IVF ചെയ്തിട്ട് പോസിറ്റീവ് ആയിട്ട് കുഞ്ഞുങ്ങളെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും PCOD ഉണ്ടെന്ന് ഓർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അടുത്ത ചോദ്യമാണ്, എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് കഴിക്കരുത് എന്നൊരു വീഡിയോ ചെയ്യുമോ? തീർച്ചയായിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം എന്തൊക്കെ ഭക്ഷണങ്ങളാണ് IVFൻ്റെ സക്സസിനായിട്ട് ഉപയോഗിക്കേണ്ടതെന്നും അതുപോലെ തന്നെ ഒരു ഡയറ്റ് പ്ലാൻ ആയിട്ടും അതുപോലെ തന്നെ ഏത് ഭക്ഷണമാണ് ഒഴിവാക്കേണ്ടതെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യമാണ്, ഗർഭിണികൾക്ക് മൈക്രോ ഓവനിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കാമോ? ഇതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ? അപ്പോൾ ഒരു ദോഷവും ഇല്ല. തീർച്ചയായിട്ടും പ്രഗ്നൻസിയിലും ഓവനിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കാവുന്നതാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഫുഡ് നന്നായിട്ട് പ്രോപ്പർലി കുക്ക്ഡ് ആയിരിക്കണം. അത്രയും ശ്രദ്ധിച്ചാൽ മതി, വേറെ പ്രോബ്ലംസ് ഒന്നും തന്നെ ഇല്ല. അടുത്ത ചോദ്യം, IVF ചികിത്സ ആരംഭിക്കുന്നതിന് മുമ്പ് വൈറൽ മാർക്കർ ടെസ്റ്റ് നടത്തി HCG ടെസ്റ്റ് പോസിറ്റീവ് ആയതിനു ശേഷം വീണ്ടും വൈറൽ മാർക്കർ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് VDRL, HIV, HBsAg അതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതുണ്ട്. IVF പോസിറ്റീവ് ആയതിനു ശേഷം പ്രഗ്നൻസി ആയതിനു ശേഷം ഈ ടെസ്റ്റുകൾ എല്ലാം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറുണ്ട്. അടുത്ത ചോദ്യം, ഹലോ മാം, ദയവായി എനിക്ക് മറുപടി നൽകുക. HCG റിപ്പോർട്ട് പോസിറ്റീവ് ആണ്, പക്ഷേ അൾട്രാസൗണ്ടിൽ ഒന്നും ദൃശ്യമല്ല. ഇതേപോലത്തെ സാമ്യമുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് വരാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ കാര്യം, ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആകേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും വീണ്ടും ഒന്നുകൂടെ സ്കാൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ റിപ്പീറ്റ് സ്കാനിങ്ങിൽ എന്തായാലും 95% ആളുകളിലും റിപ്പീറ്റ് ആയിട്ട് സ്കാൻ ചെയ്യുമ്പോൾ എല്ലാം തന്നെ ദൃശ്യം ആകാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് ദൃശ്യമാകാത്തത്, എന്താണ് ലേറ്റ് ആകുന്നത്,
അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങളുടെ ടെൻഷൻ മാറിക്കിട്ടും. അടുത്ത ചോദ്യമാണ്, ഹായ്, എൻ്റെ ഭാരം 117 കിലോഗ്രാം, 27 വയസ്സ്, എനിക്ക് IVF നിന്ന് ഗർഭം ധരിക്കാമോ? അപ്പോൾ തീർച്ചയായിട്ടും IVF നിന്ന് പ്രഗ്നൻ്റ് ആകാൻ സാധിക്കും, അതിന് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ IVF ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ വെയിറ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് IVF സക്സസ് റേറ്റ് കൂട്ടാനായിട്ട് അത് ഉപകരിക്കും. എന്നാലും ടെൻഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല. വെയിറ്റ് ഉള്ളവരും IVF പോസിറ്റീവ് ആയിട്ടുണ്ട്, യാതൊരു കുഴപ്പവും ഇല്ലാതെ തന്നെ. നമ്മുടെ തന്നെ ചാനലിൽ നമ്മുടെ തന്നെ ഒരു ചങ്ക് സബ്സ്ക്രൈബർ വെയിറ്റ് ആ കുട്ടിക്ക് 102 കിലോഗ്രാം ആയിരുന്നു. ഇപ്പോൾ ആ കുട്ടി ഒരു അമ്മയാണ്, IVF പ്രഗ്നൻസി ആയിരുന്നു. അടുത്ത ചോദ്യമാണ്, ഫസ്റ്റ് സ്കാനിങ്ങിൽ പുവർ ഹാർട്ട് ബീറ്റ് ആണ് കാണിക്കുന്നത്, അത് അബോർഷൻ ആകുമോ? അപ്പോൾ അങ്ങനെ അബോർഷൻ ആകും എന്നോർത്ത് ടെൻഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ കറക്റ്റായിട്ട് മറുപടി പറയണം എന്നുണ്ടെങ്കിൽ നോർമൽ പ്രഗ്നൻസി ആണോ അതോ IVF പ്രഗ്നൻസി ആണോ എന്ന് അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ നോർമൽ പ്രഗ്നൻസി ആണ് എങ്കിൽ എപ്പോഴാണ് ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് ആയത് അതും അറിയേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇനിയും എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. വീണ്ടും ഒരു സ്കാൻ കൂടി എടുത്ത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സ്കാനിങ്ങിൽ ചിലപ്പോൾ ഹാർട്ട് ബീറ്റ് എല്ലാം ഓക്കെ ആയിരിക്കും. ഏതായാലും പ്രാർത്ഥിക്കാം. അടുത്ത ചോദ്യമാണ്, എനിക്ക് ഫസ്റ്റ് IVF ചെയ്തു, ഡിസംബർ ലാസ്റ്റ്, അത് നെഗറ്റീവ്. സെക്കൻഡ് ടൈം ചെയ്തു, അത് നെഗറ്റീവായി. സെൽ 7 ഉള്ളൂ, അതാണ് റീസൺ എന്ന് പറഞ്ഞത്. സെൽ എത്ര വേണം? Day 3 എംബ്രിയോസ് ആണ് എങ്കിൽ ഒരു 8 to 10 ആയിരിക്കണം സെല്ലിന്റെ നമ്പർ. അപ്പോൾ 8 ഒക്കെ ആയിട്ടും പോസിറ്റീവ് ആകാറുണ്ട്. അടുത്ത ചോദ്യമാണ്, ചേച്ചി, എനിക്ക് ട്രാൻസ്ഫർ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സങ്കടം വരുന്നു, ദേഷ്യം, കരച്ചിൽ എല്ലാം ഉണ്ട്, അതെന്താ ഇങ്ങനെ? അതൊക്കെ നോർമൽ ആണ്, അതൊന്നും ഓർത്ത് ടെൻഷൻ ആകേണ്ട കാര്യമില്ല. മൈൻഡ് റിലാക്സ്ഡ് ആയി വെക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഹോർമോണൽ ഇഞ്ചെക്ഷൻസ്, നമ്മൾ കഴിക്കുന്ന ഹോർമോണൽ ടാബ്ലറ്റ്സ്, നമുക്കുണ്ടാവുന്ന ഹോർമോണൽ വേരിയേഷൻസ് കൊണ്ടാണ്. അപ്പോൾ ടെൻഷൻ ആകേണ്ട കാര്യമില്ല. അടുത്ത ചോദ്യമാണ്, ഹായ് മാം, എൻ്റെ ബീറ്റ HCG റിപ്പോർട്ട് 0.84 ആണ്, എന്താണ് അർത്ഥമാക്കുന്നത്? ദയവായി എന്നോട് പറയൂ. അപ്പോൾ ബീറ്റ HCG റിപ്പോർട്ട് 0.84 ആയതുകൊണ്ട് അത് നെഗറ്റീവ് ആണ്, പ്രഗ്നന്റ് അല്ല എന്നാണ് അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യമാണ്, ഹലോ മാം, ഞാൻ 2 തവണ IVF നടത്തിയിട്ടുണ്ട്, പക്ഷേ അത് 2 തവണ നെഗറ്റീവായി, എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ IVF ഫെയിലിയർ ആകുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. IVF ഫെയിലിയർ ആയി എന്നോർത്ത് മനസ്സുമടുത്ത് ട്രീറ്റ്മെന്റ് അവിടെ അവസാനിപ്പിക്കാതെ വീണ്ടും ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ മനസ്സൊന്ന് ശാന്തമാകുമ്പോൾ വീണ്ടും ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ആ ടെസ്റ്റുകളൊക്കെ ഒന്ന് നടത്തിയിട്ട് നേരത്തെ IVF പ്രോട്ടോകോൾ ചെയ്തതൊന്ന് മാറ്റി വേറെ IVF പ്രോട്ടോകോൾ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ സ്വീകരിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും IVF പോസിറ്റീവ് ആകും. അടുത്ത ചോദ്യമാണ്, ചേച്ചി, ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് ഫുൾ ഇഞ്ചെക്ഷൻസ് ആണോ? അപ്പോൾ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് ഫുൾ ഇഞ്ചെക്ഷൻസ് ആകണം എന്നില്ല, മെഡിസിൻസും ഉണ്ടാവും. എത്ര ഡേയ്സ് ആണ് ഇഞ്ചെക്ഷൻസ് എടുക്കേണ്ടി വരുന്നത്? എത്ര ഡേയ്സ് ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ റിസൾട്ട് വരുന്ന ആ ദിവസം വരെ എന്തായാലും നമുക്ക് ഇഞ്ചെക്ഷൻസ് അല്ലെങ്കിൽ മെഡിസിൻസ് ഉണ്ടാകും. റിസൾട്ടിന് ബ്ലഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ മുടക്കാൻ പാടില്ല, മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. ഇനിയും IVF പോസിറ്റീവ് ആയതിനു ശേഷമാണെങ്കിലും നമുക്ക് ഡോക്ടർ പറയുന്ന പോലെ മെഡിസിൻസ് അതേ അളവിൽ തന്നെ എടുക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യമാണ്, ചേച്ചി, 2 ഡേ ആയിട്ടുള്ളൂ, എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് എനിക്ക് നല്ല തുമ്മലുണ്ട്, ഇതെന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല. തുമ്മുമ്പം അധികം സ്ട്രെയിൻ കൊടുക്കാതെ തുമ്മിയാൽ മതി, വേറെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷമുള്ള കഫ്, കോൾഡ്, സ്നീസിങ്, ഇതിനൊക്കെ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യമാണ്, കോപ്പർട്ടി റിമൂവ് ചെയ്യേണ്ടത് പീരീഡ് ടൈമിലാണോ? അങ്ങനെയൊന്നുമില്ല, കോപ്പർട്ടി എപ്പോൾ വേണമെങ്കിലും റിമൂവ് ചെയ്യാവുന്നതാണ്, അതിന് പ്രത്യേകിച്ച് ടൈം ഒന്നും തന്നെ ഇല്ല. അടുത്ത ചോദ്യമാണ്, ഹായ് ചേച്ചി, ഞാൻ അൺമാരീഡ് ഗേൾ ആണ്, എനിക്ക് പ്രൊലാക്റ്റിൻ 39.1 പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്തപ്പോൾ ആണ് 39.1 ആയത്, അതിനു മുമ്പ് 23.5 ആണ്, മാറുമോ? പിന്നെ പ്രൊലാക്റ്റിന് വേണ്ടിയിട്ട് ടാബ്ലറ്റ്സ് എടുക്കുന്നില്ല. അപ്പോൾ പ്രൊലാക്റ്റിൻ ഇനിയും ഇൻക്രീസ് ആകുന്നുണ്ടോ എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയും ഇൻക്രീസ് ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കുക, അല്ലെങ്കിൽ വേറെ കുഴപ്പം ഒന്നും തന്നെ ഇല്ല, പേടിക്കേണ്ടതില്ല. അടുത്ത ചോദ്യമാണ്, ചേച്ചി, 17/2/2024 ടെസ്റ്റ് ചെയ്തപ്പോൾ 16.4 ആയിരുന്നു, ഡോക്ടർ പറഞ്ഞു 10 ഡേയ്സ് കൂടി കഴിഞ്ഞിട്ട് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ. ആദ്യത്തെ IVF ആയിരുന്നു, IUI ചെയ്തിട്ട് പോസിറ്റീവ് ആയിരുന്നു, അന്നും ഇതേപോലെ പ്രോബ്ലമായി ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, എനിക്ക് ഈ കുഞ്ഞിനെയും നഷ്ടപ്പെടുമോ? അപ്പോൾ ഇപ്പോൾ ഒന്നും തന്നെ പറയാൻ കഴിയില്ല, കാരണം 16.4 അത് ബീറ്റ HCGയുടെ വാല്യൂ ഒരുപാട് ലോ ആണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. വാല്യൂ ഇൻക്രീസ് ആകുന്നുണ്ട് എങ്കിൽ ഹെൽത്തി പ്രഗ്നൻസി ആണ്,
ടെൻഷൻ ആകേണ്ട കാര്യമില്ല, പ്രാർത്ഥിക്കാം. അടുത്ത ചോദ്യമാണ്, ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നു, ഡോക്ടറെ കണ്ട ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നല്ല ആശ്വാസമുണ്ട്, ബട്ട് ടാബ്ലറ്റ് കുട്ടിക്ക് എഫക്ട് ചെയ്യുമോ ചിന്തിച്ച് അത് കഴിക്കാൻ പേടി. അപ്പോൾ ഈ ഒരു കമന്റ് വന്നത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞ വീഡിയോന്റെ അടിയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് ടാബ്ലറ്റ് കഴിക്കണം. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ അഡ്വൈസ് എന്തായാലും തേടണം, കൗൺസിലിംഗ് നടത്തണം. ടാബ്ലറ്റ് ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കഴിക്കണം. ഇല്ലെങ്കിൽ ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആകും. അപ്പോൾ ടാബ്ലറ്റ് കൊണ്ട് കുഞ്ഞിന് കുഴപ്പം ഉണ്ടാകും എന്നോർത്ത് അത് കഴിക്കാതിരിക്കേണ്ട. കുഞ്ഞിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഡോക്ടർ അങ്ങനത്തെ ടാബ്ലറ്റ് മാത്രമേ നമുക്ക് അഡ്വൈസ് ചെയ്ത് തരുള്ളൂ. അടുത്ത ചോദ്യമാണ്, ചേച്ചി എന്റെ പീരീഡ്സ് ഡേറ്റ് 10/12/23 ആണ്. 12/2/24 ബീറ്റ HCG ടെസ്റ്റ് ചെയ്തപ്പോൾ മോർ ദാൻ 10,000 ആണ്. ഇത് ഹെൽത്തി പ്രഗ്നൻസി ആണോ? കറക്റ്റ് എത്ര വീക്കായി? അപ്പോൾ തീർച്ചയായിട്ടും ഹെൽത്തി പ്രഗ്നൻസി ആണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡോക്ടറെ കാണിക്കുക. ഫോളിക് ആസിഡിന്റെ ടാബ്ലറ്റ് പ്രഗ്നൻസിയിൽ എടുക്കേണ്ടതുണ്ട്. ആവശ്യമെങ്കിൽ പ്രൊജസ്ട്രോണിന്റെ ടാബ്ലറ്റ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ വേഗം തന്നെ ഡോക്ടറെ കാണിക്കുക. സ്കാൻ ചെയ്യേണ്ടതുണ്ട്. സ്കാൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എത്ര വീക്കായി എന്ന് അറിയാൻ സാധിക്കും. ഇനിയും LMP വെച്ച് എങ്ങനെയാണ് കറക്റ്റായിട്ട് എത്ര വീക്കായി എന്ന് കണ്ടുപിടിക്കുന്നത്, മന്ത് എത്ര ആയി എന്ന് കണ്ടുപിടിക്കുന്നത്, അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, ഇത്രയും ഡൗട്ട്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും നിങ്ങൾക്കുള്ള ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റു കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും റിപ്ലൈ തന്നിരിക്കും. അപ്പോൾ പേഴ്സണലി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും മറ്റും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ അത് ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പർ എടുത്ത് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, പോസിറ്റീവ് ചിന്തയോടുകൂടി തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു.